നിവിൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ എവിടെയും ഓടിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യം. ഓടിപ്പോയിട്ടില്ല. അപ്പോൾ ഓടിപ്പോയവരെ കുറിച്ച് സംസാരിക്കും. നിങ്ങൾ ഫുൾ സപ്പോർട്ട് നിവിൻ പോളി. ഇനി നോക്കിക്കോ, എല്ലാ കാര്യങ്ങളും സിനാരിയോ മാറും. ഞെട്ടി നിൽക്കുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് പോയിന്റ് പറയാം. എൻ്റെ ഫുൾ സപ്പോർട്ട് നിവിൻ പോളിക്ക്. കാരണം അദ്ദേഹം ഡയറിങ് ആയിട്ട് അപ്പം തന്നെ എല്ലാ പ്രസ് ആളുകളെയും വിളിച്ചു. എന്താ പറഞ്ഞ പുള്ളി? നിങ്ങളുടെ സപ്പോർട്ട് വേണം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ധൈര്യമുണ്ട്, സത്യമുണ്ട്. അതുകൊണ്ട് അത് നേരിട്ട് വന്നു. അതാണ് ചെയ്യേണ്ടത്. നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ നേരിട്ട് വരണം. അത് നിവിൻ ചെയ്തത് ഏറ്റവും നല്ല ഒരു എക്സാമ്പിളായിപ്പോയി. ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു നല്ല ഒരു എക്സാമ്പിളായിപ്പോയി. പിന്നെ രണ്ടാമത് പോയിന്റ് ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും തീരും. വാട്ട് ഈസ് അലിഗേഷൻ? ഇപ്പോൾ ഒരു പെണ്ണോ ഒരാണോ ഇല്ല, ഏത് കേസ് വേണമെങ്കിലും ആയിക്കോട്ടെ, ഫസ്റ്റ് ഇത് മനസ്സിലാക്കുക. ഒരു അലിഗേഷൻ പറയുവാണെങ്കിൽ ഇത് പ്രൂവ് ചെയ്യേണ്ടത് ആരുടെ കടമ? ഇപ്പോൾ ഒരു പെണ്ണ് പറയുന്നു നിവിൻ പോളി ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. തെളിയിക്കേണ്ടത് ആരുടെ കടമ? നിവിൻ പോളിയുടെ കടമയാ? ഇല്ല. ആ പെണ്ണിൻ്റെ കടമ ആദ്യം നിയമം എന്താണ് പഠിക്കുക. ആ പെണ്ണുക്ക് അത് തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ ശിക്ഷ ആർക്ക്? ആ പെണ്ണുക്ക്. അതുകൊണ്ടാണ് മിക്കവാറും ഇൻ്റർവ്യൂസിൽ അറിയപ്പെടുന്ന ആളുകൾ തന്നെ, അറിയപ്പെടുന്ന വ്യക്തികളെ, ജനങ്ങൾക്ക് മനസ്സിലാവുന്ന വ്യക്തികളെ പേര് എടുത്ത് പറയാത്തത്. പേരെടുത്ത് പറഞ്ഞാൽ അലിഗേഷൻ അവർക്ക് വരും. കാരണം പ്രൂഫില്ല. സംഭവം മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ബാലാണ് പറയുന്ന വ്യക്തി പേരെടുത്ത് പറഞ്ഞിട്ടും നിങ്ങൾ മീഡിയ ഒന്നും സംഭവിക്കുന്നില്ല. ആ ഒരു ഫ്രസ്ട്രേഷനിലാണ് ആദ്യം തൊട്ടേ ഞാൻ പറയുന്നത്. കാരണം അപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടാവില്ലേ പേരെടുത്ത് പറയുന്നതിൽ. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു വ്യക്തി മേലിൽ ഒരു അലിഗേഷൻ പറയുകയാണെങ്കിൽ തെളിയിക്കേണ്ടത് അയാളുടെ കടമ. നിവിൻ പോളി ചെയ്തത് കറക്റ്റാണ്. ഫുൾ സപ്പോർട്ട് നിവിൻ പോളി. ഇനി നോക്കിക്കോ, എല്ലാ കാര്യങ്ങളും സിനാരിയോ മാറും. താങ്ക് യു സോ മച്ച്. അതേപോലെ ബാലചേട്ടാ, ഒരു കാര്യം നിവിൻ പറഞ്ഞേക്കുന്നത്, എൻ്റെ കൂടെ സപ്പോർട്ടിന് ആരുമില്ല, ഞാൻ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇതിനെ പൊരുതാൻ. ആര് പറഞ്ഞു? ഞങ്ങളല്ലേ, ഞാനല്ലേ, നിവിൻ, എല്ലാവരും ഉണ്ട്. നിങ്ങളോട് ബാലചേട്ടാ എന്ന് പറഞ്ഞ നിവിൻ്റെ കൂടെ 100% ഉണ്ട്. നിവിൻ ഇപ്പം ഞാൻ ലൈവിൽ കണ്ടപ്പോൾ ഇപ്പോൾ എത്ര മണി? 10 മണിയാ? 10 മണി ആയിട്ടില്ല. ലൈവ് തുടങ്ങിയത് 9:08, ലൈവ് തീർന്നപ്പോൾ 9:40. നിങ്ങളൊരു 10 മിനിറ്റിൽ ഇവിടെ എത്തി. ഞാൻ ആദ്യമായി ലൈവിൽ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ നിവിൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ എവിടെയും ഓടിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞു. എങ്ങനെ? ഇത് എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യം. ഓടിപ്പോയിട്ടില്ല. അപ്പോൾ ഓടിപ്പോയവരെ കുറിച്ച് സംസാരിക്കും. നിങ്ങൾ സംസാരിക്കും. താങ്ക് യു സോ മച്ച്.